ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നുള്ളത് ഒരു വ്യത്യസ്തതരമായ മീൻപിടുത്ത രീതി വെച്ചാണ്. ഈ മോഡൽ ഫിഷിങ് അധികം ആരും കാണാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മീൻപിടുത്തം ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതെങ്ങനെയും പിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വല ഇട്ടിട്ട് ഒരു സൈഡ് മാത്രം തുറന്നു വയ്ക്കും. എന്നിട്ട് ബാക്കിയുള്ള സൈഡിൽ നിന്ന് മീൻ ആട്ടിയിട്ട് ഈ വലയുടെ ഉള്ളിൽ കയറ്റും. എന്നിട്ട് ആ വല മൊത്തം അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പി പിടിക്കും. പഴയ കാലത്ത് നമ്മളോട് എല്ലാവരും ചെയ്തിരുന്ന അന്ന് ഈ കായലിൽ ലേലം വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കുറേ മുന്നേ. ആ ലേലം വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ പുഞ്ചയുടെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം തീരുമാനിക്കും പഞ്ചായത്തിന്. അന്നാണ് എല്ലാവരും പഞ്ചായത്ത് ലേലം വിളിച്ചു കൊടുത്തിരുന്നത്. ഓർമ്മയുണ്ട്. ആരെങ്കിലും ഒരാൾ എടുക്കും. പഴയ കാലത്ത് അമ്മാലിയാക്ക അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കും. അപ്പോൾ പിന്നെ വേറെ ആർക്കും പിടിക്കാൻ അലൗട്ടില്ല. അത് വിവരം പറയും ചെയ്യും. ആരെങ്കിലും ജസ്റ്റ് ചൂണ്ടലേറ്റൊക്കെ വന്ന് നിൽക്കുന്ന കുഴപ്പമൊന്നുമില്ല, വലൊന്നും ഇടാൻ പാടില്ല. ആ ഒരു പരമാവധി ഒരു ഞായറാഴ്ച ദിവസത്തേക്കാരം ഇവിടുത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ദിവസത്തേക്കാരം അന്ന് ഇത് വെള്ളം കൊണ്ട് പറ്റും. കുഞ്ചൊക്കെ തേവിട്ടേ കയറ്റോട്ടെ കയറ്റും മെഷീനായിട്ടോ കൂടി. അപ്പോൾ അതുപോലെ അഞ്ചാറ് ആൾക്കാരിങ്ങനെ ഇട്ടിട്ട് ഒരു ഭാഗം ഓപ്പണായിട്ട് മറ്റേ ഭാഗം എത്തി കഴിഞ്ഞാൽ അന്ന് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും മീനാ. വെറുതെ പള്ളിക്കോട്ടായിട്ട് വന്നാലും മീൻ അതിലൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ടാവും. 10 ആൾക്കാരുണ്ടാവും കായലില്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ മീൻ വാങ്ങിയിട്ടും പൊടിച്ചിട്ടും ഹോട്ടലുകാരുണ്ടാവും, വലക്കാരുണ്ടാവും, കണ്ടാടിക്കാരുണ്ടാവും. അപ്പോൾ ഈ മീനൊക്കെയാണ് നമുക്ക് കിട്ടിയുള്ളത്. അപ്പോൾ അതിന് പിടിക്കണമൊക്കെ ഫുൾ വീഡിയോ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറ. കണ്ട അങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വല ഇങ്ങനെ മുകളിൽ താമരയുടെ മുകളിൽ ഇങ്ങനെ വീശിയിടും. എന്നിട്ട് ഈ സൈഡിലൊക്കെ അടിയിൽ താത്തിയിട്ട് ചേറിൽ പൂത്തിയിടും. ഒരു സൈഡ് മാത്രം അവിടെ നിന്ന് കമ്പ് 1, 2, 3 കമ്പ് കുത്തിയിട്ട് അങ്ങനെ കമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ലോക്കാക്കി വെക്കും. എന്നിട്ട് ഒരു സൈഡ് മാത്രം തുറന്നിട്ട് ബാക്കിയുള്ള സൈഡൊക്കെ ചേറിൽ താത്തി വെക്കും. എല്ലൊക്കെ അതിൽ മീനുണ്ട്, നല്ല അത്യാവശ്യം മീനുണ്ട്. ഞങ്ങൾക്ക് ചൂണ്ടലിന് അടിക്കാറുണ്ട്, പക്ഷെ കുറേയൊക്കെ പൊട്ടിച്ചു. ആ താമരയുടെ ഇടയിൽ അടിച്ചു കഴിഞ്ഞാൽ താമരയുടെ ഇടയിലാണ് ചുരുക്കുന്നത്. പിന്നെ ബ്രൈഡയിൽ ഉയർത്തിയിട്ട് പൊട്ടും. ഞങ്ങൾക്ക് ഇത്ര മിസ്സായിട്ട് അറിയോ? മീൻ ഏത് വട്ടാലും പൊട്ടിക്കൂല. അത് കയറി ഞാൻ തരാം. തവളനെ കൊടുക്കും. ഇപ്പോൾ എത്ര വേണോ? അതിൻ്റെ കച്ചവടമല്ലേ ഉള്ളൂ ഇപ്പോൾ ആകെ. ഇപ്പോൾ നടക്കണതേ അതിൻ്റെ കച്ചവടാ. ഇത് കണ്ട, ആ ഫ്രണ്ട് സൈഡ് മാത്രം ഒരു തുറന്നിട്ടേക്ക്, ബാക്കി സൈഡൊക്കെ ഒരു ചേറിൽ താത്തി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ട് മാത്രം ഓപ്പൺ ഉള്ളൂ. അങ്ങനെ ആ ഇൻറ്റ് വരെ ഉണ്ടാവും. എന്നിട്ട് ഒരു അവിടെ പോയിട്ട് ആട്ടി 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 ഫ്രണ്ട് പോയിട്ട് ആട്ടി 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 വരും. കണ്ട, പിന്നെ അവിടെ പോയിട്ട് ആട്ടി 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 കൊണ്ടുവരണ്ട. അതിലൊരു മടലും പത്തി ഉണ്ടാവും. വെള്ളത്തിൽ ഇങ്ങനെ അടിക്കും, അപ്പുറത്ത് കൈയിട്ട് അടിക്കും. അതിനെ ഇളക്കി ഇളക്കി വെള്ളം മൊത്തം ഇളക്കും. വെള്ളം മൊത്തം ഇളക്കുമ്പോൾ അതിന് അടിയിലുള്ള മീനൊക്കെ പേടിച്ചിട്ട് ഒരു ഫ്രണ്ടിക്കില്ല അടിക്കണം. അപ്പം ഇങ്ങോട്ട് ഓടും. കുറേ സൈഡിലും പോകുന്നുണ്ടാവും. അത് ഈ സൈഡിലേക്ക് ഓടുന്നൊക്കെ അവർക്ക് കിട്ടും. ഈ സൈഡിന് ഓടുന്നൊക്കെ അവർ ഈ തുറന്ന് വെച്ച വലല്ലേ, അതിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ അവർ ആട്ടി ആട്ടി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വലയുടെ ആ തുറന്ന് വെച്ച ഭാഗം അവരടയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചണ്ടിയൊക്കെ ഒതുക്കിയിട്ട് പിടിക്കും. അതാണ് പരിപാടി. ഇത് അത്യാവശ്യം ലോങ്ങുള്ള പ്രോസസ്സാട്ടോ. ഇവരിതൊരു 8 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും. 8 മണിക്ക് തുടങ്ങിയിട്ടൊരു 1:30 വരെ പിടിച്ചിരിക്കണം. അത്ര ടൈമുണ്ട്. നമ്മളിത് കുറേ എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇത്ര ആക്കിയത്. 16.32 സെക്കൻഡ്. ആ എഡിറ്റ് ചെയ്തതിൻ്റെ പോരായ്മ നല്ലോണം കാണാൻ അറിയാട്ടാ. നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ. പിള്ളേ വെച്ച് ചെയ്തിട്ടുണ്ട്. അത്ര ലോങ് ഇട്ട് ആരും കാണും ചെയ്യില്ല. അതാ ശരിക്കും ഒരു 4 ആൾ വന്നാണ്. ഒരാൾ 15 kg പോയി. ഇതിന് വെള്ളം കൂടുതലാറുണ്ട്. അത് വെള്ളം വറ്റിയില്ല. എല്ലാ പ്രാവശ്യം ഈ പ്രാവശ്യം വേനൽക്കാലൊക്കെ ആകുമ്പോൾ ഫുള്ള് വറ്റാറില്ല. എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യം ഇവിടെ പുഞ്ചെടുത്താറുണ്ട്. പ്രാവശ്യം പുഞ്ചെടുത്തില്ലേ, കാരണം വെള്ളം ഇങ്ങനെ കെട്ടിക്കണ്ട് ഫുള്ള് വെള്ളമൊക്കെ ആയില്ല. എല്ലാ വർഷം എല്ലാം ഫുള്ള് വറ്റാറില്ല. അപ്പോൾ അവർക്ക് സുഖമായിട്ട് പിടിക്കാം. ഇത് വെള്ളമുള്ള കാരണം കുറച്ച് മെനക്കെടാവും. പിന്നെ ഒരു 4 ആളുടെ ആട്ടുമ്പോൾ ഇത്തിരി കൂടി മീൻ കയറും ചെയ്യും. 3 ആളുടെ ആട്ടുമ്പോൾ ഉള്ളൊരു പ്രശ്നം അതൊക്കെ ഉണ്ട്. കണ്ട ഒരു ഇതുവരെ കൊടന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയുണ്ടാവും. അത്യാവശ്യം കുറച്ചൊക്കെ മിസ്സായി ഉണ്ടാവും. പോയത് പോട്ടെ, കിട്ടിയത് കിട്ടും, അത്ര തന്നെ. മീൻപിടുത്തം എന്നൊക്കെ പറഞ്ഞൊരു ഭാഗ്യമുള്ള പരിപാടിയല്ലേ. ഇനിയിപ്പോൾ അവരവിടെ ഈ ഫ്രണ്ട് സൈഡ് ലോക്കാക്കൂട്ടാ. അപ്പോൾ തുറന്നു വെച്ച ഭാഗം അവിടെ നിന്ന് അഴിച്ചിട്ട് അത് അങ്ങേര് താത്തനുണ്ട് അവിടെ. അവിടെ നിന്ന് മുകളത്ത് അഴിച്ചിട്ട് അതിൻ്റെ ഈയൊക്കെ അവിടെ ചവിട്ടി താത്തുക.
അപ്പോൾ ആ റൗണ്ടിൽ അതായത് ലോക്കായി, ഇതിൻ്റെ ഉള്ളിൽ കയറി അതായത് ലോക്കായിരിക്കും. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കെട്ടുണ്ട്. ആ കെട്ടഴിച്ചിട്ട് അത് വിടർത്താൻ പറ്റും. എന്നിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ ചണ്ടയൊക്കെ ചവിട്ടി ഒതുക്കും ഫുള്ള്. താമരൻ്റെ ഇലക്കെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഒതുക്കിയിട്ട് എന്നിട്ട് അത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലോക്കാക്കിയിട്ട് അത് വെള്ളത്തിൽ താത്തിടും. വെള്ളത്തിൽ താത്തിയിട്ട് ഒരു അരമണിക്കൂർ 20 മിനിറ്റ് ഒക്കെ ഇടും. അപ്പോൾ മീനൊന്നും മയങ്ങും. എന്താ വെച്ചാൽ മീൻ എയർ എടുക്കണം പറ്റിയില്ലെങ്കിൽ മീനൊന്നും മയങ്ങും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് പിടിക്കാമല്ലോ. കിണർ പറ്റില്ല വല്ലാതെ. ഇല്ലാണ്ടൊക്കെ കുടുങ്ങി ഒരുപാട്. നമ്മള് കണ്ടിട്ടിരുന്നേ അങ്ങനെ അടുത്ത് വരുന്നിടത്തോളം ഉണ്ടല്ലോ, ചെണ്ടൊക്കെ ചെയ്യും പരമാവധി വലിച്ചിട്ട് വേഗം അവിടെ പുറത്ത് ചെയ്യാം. നീ ചെണ്ടല്ലായിരുന്നു ഈ പായലല്ലേ, ആഫ്രിക്കൻ പായല്. കിഴക്കമ്പൊരു 5-6 ആൾക്കാരുണ്ടാവും. ഞാനും എൻ്റെ ഭാവുണ്ടാവും, നമുക്ക് ഹെൽപ്പറായിട്ട് വേലുണ്ടാവും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് വല വീശാനാവില്ല, ഞങ്ങൾ 2-3 ആൾ കൂടി പിടിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ആരെന്നെ കൊണ്ടുവന്ന് വീശിക്കും. എൻ്റെ ഉപ്പാക്ക് വീശാനറിഞ്ഞായിരുന്നു, അമ്മമാർക്കൊന്നും അറിയില്ല. തോട് നല്ല കുണ്ടാ. തോട് ഭയങ്കര ഇതിക്കും വീതിണ്ടാവും. വലിച്ചില്ലേ അതിന്റെ ഡബിൾ ഉണ്ടാവും. തോട് നല്ല കുണ്ട. നാട്ടിൽ നല്ല മീൻ കിട്ടിയിട്ടുണ്ടാവുന്നു. എന്തായാലും 2 ഇപ്പോൾ ഇരിക്കുന്നുണ്ടായാലും വേറൊന്നുമില്ല. ആ വലക്കൽ മീൻ ഒരു പച്ചോട്ടല്ല മതി, ഒന്നും ഇല്ലാതെ കൈ വെച്ച് പറഞ്ഞാൽ തരില്ലല്ലോ. അവരിപ്പോൾ ചണ്ടയൊക്കെ ഒതുക്കിയാൽ നോക്കുമ്പോൾ അവർ പറഞ്ഞാൽ മീനൊന്നും അധികം ഇല്ലാന്നാണ്, ഒന്നും കയറിയില്ലാന്ന് പറയണം. അവർ ചണ്ടയൊക്കെ ഒതുക്കിയിട്ട് അവരിനി അവിടെ കയറിയിരിക്കുക. സെൻറ്റർ കെട്ടിയിട്ടുണ്ടാവും. സെൻറ്റർ കെട്ടിയിട്ട് ഇപ്പോൾ വെള്ളത്തിൽ താത്തിയിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങും. എന്നിട്ട് പിന്നെയും തപ്പി പിടിക്കും. അപ്പോൾ മീനൊക്കെ ഒന്നും മയങ്ങിയിട്ടുണ്ടാവില്ലേ. എന്തെങ്കിലും ഉണ്ടെന്നുള്ളതൊന്നും ചെയ്തിരിക്കണ്ടേ. മീൻ പറ്റൂല. ഒരു പാവം കുട്ടിയാണ്. ശരി, എന്താ വെള്ളം കുടിക്കുന്നത്? വലുതായിക്കോട്ടെ, പുറത്തേക്ക് ഒഴിവാക്കാനാ. അവരങ്ങനെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് പിന്നെ തപ്പാന്. തപ്പി നോക്കിയിട്ട് ഒരു ഫസ്റ്റ് പറയണ ഇതൊന്നും ഇല്ല, ഒന്നും കയറിയില്ല എന്നാണ്. എന്താ വെച്ചാൽ 3 ആളുള്ളൂ. 3 ആൾ ആട്ടുമ്പോൾ ഒരു 5 ആൾ ആട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയറുള്ളൂ. രാജാട്ടിനിപ്പോൾ ഒരു പൊരിക്കനെ കിട്ടി. പക്ഷെ അവർ പറയണ അവരൊക്കെ ഒരു കളയാറില്ലാണ്, എടുക്കാറില്ല, ഒഴിവാക്കി വിടുന്നതാണ്. മീനില്ലാത്ത കാരണം എടുക്കുന്നത്. അങ്ങനെ 5-6 പൊരിക്ക് മാത്രം കിട്ടിയുള്ളൂ. ഇവിടെ ഇട്ടേക്ക് അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ ഓരോന്ന് ചെറിയ കണ്ണനൊക്കെ ഇട്ട് കിട്ടുന്നുണ്ട്. അതിങ്ങനെ ഒരു കഴുത്തിലൊരു
ചരടിട്ടൊക്കെ അതിൽ ഇങ്ങനെ കോമ്പോ ഓർത്തിട്ട് കിട്ടുന്നതിനെ. ആ തലക്കെട്ടിരുന്ന ഏട്ടൻ നിർത്തിയിട്ടാ ലാസ്റ്റിലുള്ള ഏട്ടല്ലേ മുമ്പുകൾ വല ഊരിയെടുത്ത് അതിൽ മീനൊന്നും ഇല്ല, കുറച്ചെന്താ കിട്ടിയുള്ളൂ. ഒരാളുടെ അതിൻ്റെ കരക്ക് കയറി എന്താ വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്ത് വരെ ഇടാൻ നോക്കുന്നുണ്ട്. രണ്ടാളേലും ഇങ്ങനെ ചെറുതെന്തൊക്കെ ഉണ്ട്, കാര്യമായിട്ടൊന്നും ഇല്ല. ഇത്ര മെനക്കെട്ടതിനുള്ള ഒന്നും കിട്ടിയില്ല. അത്ര നല്ല കഷ്ടപ്പാടാച്ചില്ല. എന്നാൽ നല്ല ചേറും ഉണ്ടാവും, അത് കൂടെ നടക്കണം. അവിടുന്ന് ആ തല മുതൽ ആട്ടി തന്നതല്ലേ, ചണ്ടി ഒതുക്കുക, നല്ല പണിയുള്ള പരിപാടിയാണ്. മയങ്ങിക്കണേ ഇത് ഉണ്ടായത് കണ്ടോ ഇപ്പൊ കാണാനില്ല. പാൽമ കെട്ടിക്കുടിയത് മൂന്നാമത്തെ അങ്ങനെ സ്വന്തമൊന്നും ജന്മമാണ്. രണ്ടോ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പണി. രണ്ടാൾ കഴിച്ചിട്ട് രണ്ടാളും കയറുകയാണ്. കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഒരു 3-4 പൊരിക്കും, 3-4 കടുവെന്ന് ഇവിടെ കടുവെന്ന് പറയും, ചില കാലത്ത് കാരി അങ്ങനെയൊക്കെ പറയും. പിന്നെ ഒരു അപ്പുറത്തെ സൈഡിലിട്ടിട്ടും ഇതേ പ്രോസസ്സ് തന്നെ ഇട്ടാ അതിനെ അതിലിടാൻ കാണിക്കാൻ. പിന്നെ ഒരു തപ്പലുടങ്ങി. ആ ചേട്ടനവിടെ ഒരു ചെറിയൊരു വിധത്തിലുള്ളൊരു കണ്ണൻകുട്ടീനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെന്നെ കണ്ടു നോക്കാം. ഇപ്പൊ നല്ല കൊട്ട വെയിലായിക്കണ്ട, ഒരു 12:30-12:45 ആയിക്കണ്ട. നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. ചത്ത് തന്നെ പോവും. ഈ ചാവ് നിൽക്കൂല, കാറ്റ് കൊണ്ടാ ശരിയായിക്കൂടാ. ഇല്ല ഇപ്പൊ നിന്ന് നോക്കണ്ടേ ചിലപ്പോ കാറ്റ് ഇങ്ങനെ കിട്ടിയത്. ഇവിടെ ഫസ്റ്റിലിട്ടിരുന്ന് കഴിച്ചോണ്ടായിട്ടാ. ആള് പറഞ്ഞ അതിലൊന്നും ഇല്ല, കുറച്ച് പൊരിക്കും 2-3 കാട്ടും കാര്യമായിട്ടൊന്നും കിട്ടിയുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ ആ തലക്കുള്ള ഏട്ടനാണ് ഒരു കണ്ണൻകുട്ടി കിട്ടിയത്, കുഴപ്പമില്ലാത്ത. ഇപ്പൊ ഈ സെന്ററിൽ നിൽക്കുന്ന ഏട്ടനും ഒരു കുഴപ്പമില്ലാത്തൊരു കണ്ണൻകുട്ടിയുണ്ട്, അതാണ് അവർ കയറാതെ നിൽക്കുന്നത്. അതിലെന്തോ ഉണ്ട് പറഞ്ഞിട്ട് കൈ കൊടുക്കണില്ല പറഞ്ഞിട്ട്. എന്താ ഇതാണ് ഏട്ടൻ പറഞ്ഞത്. അപ്പൊ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടാ. പിന്നെ ബെല്ലൈക്കൺ അടിക്കണേ. അപ്പോൾ ഇതാണ് അവർക്ക് കിട്ടിയ മീൻ. ഇപ്പോൾ ഒരു കുറച്ച് ഞാൻ ഇപ്പോൾ ഇത് അയക്കും. ഈ ചേട്ടൻ അയച്ച് അവിടെ ചെറിയൊരു കടുവ എന്താ കിട്ടിയിട്ടുണ്ട്, അതിന് കൊമ്പൊടിക്കുന്ന മീന്. പോരണില്ലേ? സെറ്റ് ആയിക്കണേല് അവിടെ സെറ്റ് ആയിക്കണ. അങ്ങനെ ഈ ചണ്ടിയല്ലേ
വയറ് നിറച്ച് പൊങ്ങിയാണ്. ആ വയറ് നിറച്ച് പൊങ്ങിയാണ്. അപ്പൊ ഈ കാണുന്ന മീനൊക്കെയാണ് അവർക്ക് കിട്ടിയത്. ഇഷ്ടപ്പെട്ടതിനുള്ളതൊന്നും കിട്ടിയില്ല, പാങ്ങളാണ്. അപ്പൊ ശരി എന്നാ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പൊ ബായ്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടാ. ഇത് ഈ സ്റ്റാർട്ടിങ്ങിൽ വരട്ടിയിരുന്നേക്കണ്ടേ നല്ല കുറവാ കിട്ടിയുള്ളു. പിന്നെ 3-4 മുപ്പറകളെ കഴുത്തിലാ കോമ്പറ്റ് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അപ്പുറത്തേലും ചെറിയൊരു കണ്ണാൻകുട്ടി, പിന്നൊരു സിലോപ്പിയുണ്ട്. അതൊന്നുമില്ല. അപ്പൊ ശരി, ബായ്.